ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് കൈത്താക്കാലം 3-ാം ഞായറാഴ്ചയാണ്. ആത്മീയ ഫലങ്ങൾ ധാരാളമായി നമ്മൾ പുറപ്പെടുവിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലമാണ് കൈത്താക്കാലം. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വചനഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നാം എല്ലാവരും ജീവിതത്തിൽ നല്ലത് തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അത് നമ്മുടെ ജീവിതത്തിലെ വസ്ത്രമായിക്കൊള്ളട്ടെ, ഭക്ഷണമായിക്കൊള്ളട്ടെ, നമ്മുടെ ബന്ധങ്ങളായിക്കൊള്ളട്ടെ, ഏതു തന്നെയാണെങ്കിലും അത് നല്ലത് ആഗ്രഹിക്കണം, അല്ലെങ്കിൽ നല്ലത് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുന്നതും അതുതന്നെയാണ്. എങ്ങനെയാണ് ജീവിതത്തിൽ നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നാം എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ നല്ല ഭാഗം ലഭിക്കുന്നത് എന്ന് യേശു ഇന്നത്തെ വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്. ഇന്നത്തെ വചനഭാഗത്ത് നാം കാണുന്നത് യേശു യാത്രാമധ്യേ മർത്ത മറിയം സഹോദരിമാരുടെ ഭവനത്തിൽ പ്രവേശിക്കുകയാണ്. നമുക്ക് സുപരിചിതമായൊരു ഭവനമാണ്. ലാസറിൻ്റെ സഹോദരിമാരാണ്. യേശു ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ലാസർ. ലാസറിൻ്റെ മരണവാർത്ത കേൾക്കുമ്പോഴാണ് യേശു കണ്ണീർ പൊഴിക്കുന്നത്. അതിനുശേഷം ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് യേശു ആ കുടുംബത്തിന് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ കുടുംബവുമായി ഒരുപാട് ആത്മീയ ബന്ധം യേശുവിനുണ്ട്. അപ്പോൾ ഈ ഒരു ഭവനത്തിലേക്കാണ് യേശു യാത്രാമധ്യേ കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുമ്പോൾ മർത്തായും മറിയവും ചേർന്ന് യേശുവിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ശുശ്രൂഷ ചെയ്യുകയാണ്. എന്നാൽ ഇവരുടെ രണ്ടു പേർക്കും ഇവർ ചെയ്യുന്ന ശുശ്രൂഷ രണ്ടു തരത്തിലാണ്. മർത്ത യേശുവിനെ സ്വീകരിക്കുന്നത് തൻ്റെ ഭവനത്തിലേക്ക് വരുന്ന ഒരു രക്ഷകനായിട്ട് യേശുവിനെ കണ്ടുകൊണ്ട് പലവിധ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ഓടി നടന്ന് വ്യഗ്രതയോടുകൂടി ഒരുപാട് ജോലികൾ, ഒരുപാട് ശുശ്രൂഷകൾ മർത്ത ചെയ്യുകയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മളൊരു അതിഥിയായിട്ട് ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആതിഥേയൻ ഈ മർത്തായെ പോലെ നമ്മളെ ശുശ്രൂഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. മറിയം ഇവിടെ ശുശ്രൂഷിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് യേശുവിൻ്റെ അടുക്കൽ വന്ന് പാദത്തിങ്കലടുക്കൽ ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ വചനം കേൾക്കുകയാണ്. ഇത് രണ്ടും നല്ല രീതിയിലുള്ള ശുശ്രൂഷയാണെന്ന് നമുക്കറിയാം. എന്നാൽ മർത്തായും മറിയയും തമ്മിലുള്ള യേശുവിൻ്റെ ഈ സംഭാഷണത്തിന് ഒടുവിൽ യേശു പറയുന്നുണ്ട്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അതൊരിക്കലും അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഈ മറിയത്തിന് നല്ല ഭാഗം ലഭിച്ചു എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കും. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ മർത്ത യേശുവിനെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് മർത്ത ശുശ്രൂഷ നടത്തിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തതെന്ന് യേശു പറയുന്നത്? അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മർത്തായിൽ നിന്ന് ആ നല്ല ഭാഗം മറയപ്പെട്ടത്. ഇതിൽ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, മർത്ത ഒരുപാട് ശുശ്രൂഷകൾ ചെയ്ത് യേശുവിനെ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ മർത്ത തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി പോകുന്ന ഒന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരുപാട് ജോലികൾ ചെയ്തെങ്കിലും ഒരല്പസമയം യേശുവിൻ്റെ ഒപ്പമായിരുന്നു കൊണ്ട് അവിടുത്തെ വചനം ശ്രവിക്കുവാനായിട്ട് സമയം കണ്ടെത്താതെ പോയി. നമ്മളെല്ലാവരും ജീവിതത്തിൽ തിരക്കുള്ളവരാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മളും നഷ്ടപ്പെടുന്ന ഒന്നാണ് ദൈവസന്നിധിയിലായിരിക്കുക, ദൈവത്തോടൊപ്പം സമയം പങ്കിടുക. രണ്ടാമതായി മർത്തായുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരു തരത്തിലുള്ള പരാതിപ്പെടലാണ്. മർത്ത ഓടി നടന്ന് ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തതാണ്. എന്നാൽ താൻ ചെയ്ത ശുശ്രൂഷകളാണ് ഏറ്റവും നല്ലതെന്ന രീതിയിൽ മർത്ത ചിന്തിക്കുകയാണ്. എന്തുകൊണ്ട് മറിയത്തിനും ഇതുപോലെ ചെയ്തുകൂടാ എന്ന ചിന്ത മർത്തായ്ക്ക് ഉണ്ടാവുകയാണ്. നാം ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരും അതുപോലെ ചെയ്യണമെന്ന് വാശി പിടിക്കുമ്പോൾ ഒരുപക്ഷെ നാം ജീവിതത്തിൻ്റെ നല്ല ഭാഗം നഷ്ടപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ മറിയവും മർത്തായും നമുക്ക് മുൻപിലുള്ള രണ്ട്
സാന്നിധ്യമാണ്, അതുപോലെ തന്നെ രണ്ട് സാധ്യതകളാണ്. ഇവർ രണ്ടുപേരും രണ്ട് രീതിയിൽ ദൈവത്തെ ശുശ്രൂഷിച്ചത് നമ്മൾ കണ്ടു. തീർച്ചയായും ഇന്ന ദിവസം ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ദൈവത്തെ ശുശ്രൂഷിക്കുവാനും അതുപോലെ തന്നെ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും ദൈവവചനം ശ്രവിക്കുവാനും ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹം സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.